നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. അമീബിയ മസ്തിഷ്ക ജ്വരം കേരളത്തെ ഭീതിയിലാഴ്ത്തുന്നു. 18 മരണം, 67 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം. കേരളത്തിൽ അപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 18 പേർ മരിക്കുകയും 67 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആരോഗ്യ വിദഗ്ധരുടെ വിശദീകരണമനുസരിച്ച് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് ഈ രോഗത്തിന്റെ ശാസ്ത്രീയ പേര്. രോഗം സാധാരണയായി മലിനജലവുമായി സമ്പർക്കത്തിലൂടെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. മൂക്കിലൂടെ കയറുന്ന ഈ അമീബ തലച്ചോറിനെ ആക്രമിച്ച് ഗുരുതരമായ അണുബാധ സൃഷ്ടിക്കുന്നു. രോഗലക്ഷണങ്ങൾ: കഠിനമായ പനി, തലവേദനയും കഴുത്തുവേദനയും, മാനസിക ആശയക്കുഴപ്പം, ഛർദിയും ക്ഷീണവും, അതിവേഗ ആരോഗ്യ തകരാർ. ആശുപത്രികളിലെ രേഖകൾ പ്രകാരം രോഗം പിടിപെട്ടവർക്ക് ചികിത്സ വൈകിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രോഗം പിടിപെടാൻ സാധ്യതയുള്ള ഇടങ്ങൾ: കെട്ടിക്കിടക്കുന്ന വെള്ളം, ശുചിത്വം പാലിക്കാത്ത സ്വിമ്മിംഗ് പൂളുകൾ, വൃത്തിയാകാത്ത വീടിന്റെ വാട്ടർ ടാങ്കുകൾ. പ്രതിരോധ മാർഗങ്ങൾ: മലിനമായോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുന്നത് ഒഴിവാക്കുക. ക്ലോറിൻ ചേർത്തു അണുവിമുക്തമാക്കിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. വീടുകളിലെ വാട്ടർ ടാങ്കുകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കണം. സംശയാസ്പദ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം. ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്: ജനങ്ങൾ ഭീതിയിലാകാതെ ജാഗ്രത പുലർത്തണമെന്നും ശുചിത്വം പാലിച്ചാൽ രോഗം ഒഴിവാക്കാനാകുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും അടിയന്തര നിയന്ത്രണ മുറികൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ രോഗത്തിന്റെ വ്യാപനം തടയാൻ സ്പെഷ്യൽ ഹെൽത്ത് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ സേവനം ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.